ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ്. ടർബോ നാളെയാണ് ആ ദിവസം കേട്ടോ. യെസ്, നാളെ അറിയാലേ, കാത്തിരുന്ന ദിവസം നാളെ. ടെൻഷൻ 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 ടെൻഷനല്ല, ഞാൻ ഫുള്ള് ത്രില്ലിലാ. സമയം 24 മണിക്കൂർ പെട്ടെന്ന് അങ്ങ് പോയായിരുന്നെങ്കിൽ നാളെ ഈ സമയത്ത് ഇങ്ങനെ തിയേറ്ററിൽ ടർബോ ജോസിനെ കണ്ട് ഓ സത്യം. എന്തായാലും സിനിമയുടെ പ്രൊമോ സോങ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അത് നമുക്ക് കിട്ടിയിട്ടില്ല. അതെപ്പോൾ കിട്ടും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പകരം ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, വേറൊരു ഐറ്റം, ഒരു ട്രിബ്യൂട്ട് വീഡിയോ. പ്രൊമോ സോങ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം സോങ് ആണ്. തീർച്ചയായിട്ടും ഇത് ടെയിൽ താജ് ആണ് ചെയ്ത ഒരു ട്രിബ്യൂട്ട് വീഡിയോ സോങ് ആണ്. കേൾക്കാം, കാണുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം, രണ്ടും പറയണം. യെസ്, അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. യെസ്, ഡിസ്ക്ലൈമർ. ടർബോ റൈസ്. ഒരു 100-110 പിടിച്ചോ നളിയാ. അതെ. പക്ഷെ എന്തൊരു കഷ്ടമാണ്. അപ്ഡേഷൻ ചോദിക്കുക അതിൻ്റെ അടിയിൽ. ഒന്നുകൂടി കാണട്ടോ, അപ്ഡേഷൻ ഒന്നുകൂടി റൈസ് ആക്കാനേ. മൂത്ത് വന്നപ്പോഴത്തേക്കും അപ്ഡേഷൻ. കയറുന്നുണ്ട്. നല്ല വർക്കാട്ടോ. ടെയിൽ താജ് ലിറിക്സ്, വോക്കൽ. ടർബോ റൈസ്. ലോട്ടം വട്ടിപ്പാളിൽ മിന്നുക്കിയ മൂർച്ച, മുന്നിപ്പെട്ടാൽ നിന്റെ കാര്യം തീർച്ച. വാക്കുകളിൽ നിനക്ക് വേണ്ട ചോർച്ച, ഇനി കത്തിയാലും ഇവനെ പറ്റി ചർച്ച. ഒറ്റയാടി പിന്നലടി വൻ കറക്വേക്ക്. You can think body rise. Vana paathikedum Nardo. Take over Dynamo drive a little turbo rise. You mess with this man, better come with a plan. Fearless and bold, his power never banned. It's love like the wind, his stars starting fine. No generation gap, he's the hero who command. Mudichittu kurakkinnorude koravalikkiri yenetara. Oru pidichittu charayunnorude thala valichittu tharayillora. Iri nanayittu padarunnorude yadikattinittu parasara. Nirapadichittu tegiya thorku needara muyidara. Undu pokiri diyachil paanju peru cheeta. Iri cheeta. Udadinal thanga terum machanadum neeta. Cheeta veda ukittum meka chulu heeta. Ose yala dose. Bose yala dose. ഇനി അടിപ്പെരുന്നാൾ. പൊളി. ഞാൻ ഹാപ്പി. പ്രമോ സോങ് വേണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നു. ഇനി അതിപ്പോ ഒന്നും തന്നില്ല, ഒരു പ്രശ്നമല്ല. ആ ക്ഷീണം ഇതിലങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ സാധനം കേട്ടപ്പോ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം എന്താ അറിയോ, സിനിമ കഴിഞ്ഞതിന് ശേഷം എല്ലാരും തിയേറ്റർ വിട്ട് പോലെ ആ സമയത്ത് ഈ സാധനം പ്ലേ ചെയ്യണല്ലേ. പൊളി സാധനം ഇരിക്കുന്നത്. ഇത് വേറെ ഐറ്റം കേട്ടോ.
ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു. ലാസ്റ്റിലേക്ക് വന്നപ്പോ തന്നെ അങ്ങോട്ട് മൂർച്ച കൂടി, അതെ, ഭയങ്കര രസമായിട്ട് വന്നു. നല്ല ലിറിക്സ് ആണ് അതിൻ്റെ, സത്യം സൂപ്പറായിട്ടുണ്ട്. എന്തൊക്കെയാ അതിൽ എഴുതിയിട്ടുള്ളത് അത് രണ്ടും നോക്കൽ മസ്റ്റാണ്. ആരാണ് ഇതിന്റെ ആണോ സോങ്ങിന്റെ? സോങ് റൈസാക്ക് ടെയിൽ ടാജ്, ലിറിക്സ്, വോക്കൽ ആൻഡ് കമ്പോസിഷൻ. ഓക്കെ, പാടിയതും ആള് തന്നെയാണ്, കമ്പോസ് ചെയ്തത് ആള് തന്നെയാണ്. പിന്നെ ബീറ്റ് അജൂപ്പനാണ് ബീറ്റ് പ്രൊഡ്യൂസഡ്. ബീറ്റ് വേറെ ലെവല. അത് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഒരു ഓണത്തിലേക്ക് ഫസ്റ്റത്തെ ആ ഒരു മറ്റേ മീറ്ററിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴുള്ള സൗണ്ടും പിന്നെ അതിൽ നിന്ന് എന്താ പറയാ റൈസായി ബീറ്റ് അങ്ങ് തുടങ്ങുമ്പോൾ മുതല് അതൊരു വേറെ ലെവല് തന്നെ. അത് അവസാനം വരെ ആ ഒരു വൈബ് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ടെർബോ റൈസ് എന്നുള്ളതാണ് ഒരു ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സോങ്ങിന്. അതുപോലെ തന്നെയാണ്, അതായത് റൈസ് ചെയ്യുന്നു, അതിനുശേഷം നല്ല റൈസിൽ തന്നെ തുടങ്ങിയിട്ട് എന്നാൽ താഴേക്കല്ല, ഗിയർ മാറ്റിയിട്ട് നല്ല സ്പീഡിലേക്കാണ് കയറുകയാണ്. 120 150 കഴിഞ്ഞു പോയി ഒരു പോക്കാ. പിന്നെ അങ്ങോട്ട് എന്താ പറയാ, അവസാനം വരെ നമ്മൾ ആ ഒരു വൈബിൽ അറിയാണ്ടാണ് കേട്ടോ നമ്മള് സ്റ്റെപ്പൊക്കെ ഇട്ടു പോകും. അങ്ങനത്തെ ഐറ്റം സാധനം. പിന്നെ ഈ ജോസെ എന്നുള്ളത് എടാന്ന് വിളിച്ച് പറയുന്നോണ്ടേ അത് പഞ്ച് വേറെ ഉണ്ട്. ബോസെ എടാ ജോസെ എന്ന് വിളിക്കും, എടാ എന്ന്. അത് നമ്മളങ്ങനെ കേൾക്കാറില്ലല്ലോ. ആ ഒരു വിളി ഇതിനകത്തേക്ക് വന്നപ്പോഴത്തേക്കും വേറെ ലെവൽ ഐറ്റം. സാധാരണ ബഹുമാനൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കും എഴുതി വിടുക. ഇതിലങ്ങനെയല്ല. അതായത് നമുക്ക് ശരിക്കും ഒഴിവാക്കിയിട്ടുണ്ട്. ജോസായിട്ട് മാത്രം അവർ കണ്ടു. ഒരു മമ്മൂക്ക എന്നുള്ള ക്യാരക്ടറിനെ മാറ്റി, വ്യക്തിയെ അങ്ങോട്ട് മാറ്റിയിട്ട് ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ മാത്രം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കേട്ടോ അങ്ങനെ ഡയറക്റ്റ് അങ്ങനത്തെ വിളിക്കുമ്പോഴും നമുക്ക് ആ ഒരു പവർ കിട്ടുന്നത് ആ പാട്ടിനനുസരിച്ച്, അല്ലെങ്കിൽ നമുക്കത് കിട്ടൂല. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയുള്ളത്. അത് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വ്യൂസ് കുറവാണ് വേറെ ഈ സോങ്ങിന് കേട്ടോ. ഐറ്റം സാധനമാണ്, എല്ലാവരും കയറി നോക്കിയിട്ട്. ശരിക്ക് പഞ്ച് സാധനമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. ആകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും ഗംഭീരമായിട്ടുള്ള സാധനമാണ്. സാധാരണ മലയാളത്തിൽ ഇങ്ങനത്തെ ഐറ്റംസ് വരാത്തതാട്ടോ. അതെ, ഇത് നമ്മൾ കണ്ടിട്ടുള്ള വിജയ് സിനിമകളിലൊക്കെ റിലീസിന് ഒരു അങ്ങനത്തെ കുറച്ച് മുന്നേ ഇങ്ങനത്തെ പ്രൊമോ സോങ്ങുകളും നമ്മൾ കുറെ റിയാക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സോങ്ങുകൾ വരാറുണ്ട്. ഇത് മലയാളത്തിൽ അങ്ങനെ അധികം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇതിലിപ്പോൾ മൊത്തം അവർ ട്രെയിലറിലുള്ള വിഷ്വൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവർ പാടുന്നതായിട്ടുള്ളതൊക്കെ കുറച്ച് ജസ്റ്റ് ഒക്കെ ഒന്ന് വെച്ചിരുന്നെങ്കിൽ അതൊന്നും കൂടി അടിപൊളിയായി. എന്നാൽ രജിസ്റ്റർ ചെയ്യുമായിരുന്നു നിങ്ങൾ ആരാണെന്നുള്ളത്. ഇതിപ്പോൾ പേര് കൊണ്ട് മാത്രമാവും. അത് ഇടക്ക് ആ പാടുന്നതായിട്ടുള്ളത് ജസ്റ്റ് കാണിച്ചിരുന്നെങ്കിൽ എന്നാൽ ഒന്നുകൂടെ ഒരു വൈബ് വീഡിയോ കൂടി ആകുമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യണ്ടല്ലേ? ഇനി ചെയ്യണ്ട, ഇത് തന്നെ മതി. അപ്പം എല്ലാവരും ഒന്ന് കയറിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഇനി വരുന്ന സിനിമകൾക്കും വരുന്നതിന് മുന്നേ ഇങ്ങനെ ഓരോന്നൊക്കെ വരുമ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു രസമാണല്ലോ. അത് നാളെ സിനിമ റിലീസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഐറ്റം ഇന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക മൂടാ. അത് ഭയങ്കര ആഘോഷമാണ്. പിന്നെന്താ, ഈ ആഘോഷം വേണമെങ്കിൽ ഇവരൊക്കെ ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. എന്നാൽ ഇനിയും ഇങ്ങനെയുള്ള അടിപൊളി സാധനം വന്നുകൊണ്ടിരിക്കും. എന്താണെങ്കിലും പ്രമോ വരാത്തതിന്റെ ക്ഷീണം എല്ലാവർക്കും മാറി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി സിനിമ പോസിറ്റീവ് റിപ്പോർട്ടും കൂടി വന്നു കഴിഞ്ഞതിന് ശേഷം പ്രമോയും കൂടി അങ്ങ് ഇറക്കി വിട്ടാൽ ഹാപ്പി. പിന്നെന്താ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.